നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ സാമ്പത്തികമായി വലിയ രീതിയിൽ മുന്നേറുമ്പോഴാണ് കേരളം പിന്നോട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഏറ്റവും അവസാനം ഓണവുമായി ബന്ധപ്പെട്ട 4000 കോടി രൂപയാണ് കേരളം കടമെടുക്കാൻ പോകുന്നത്. ഈ കടം എന്നെങ്കിലും അടച്ചു തീരുമോ? അതോ ഈ പണ്ട് മോദി സോമാലിയയോട് താരതമ്യം ചെയ്തപ്പോൾ വലിയ വിമർശനമാണ് ഉണ്ടായിരുന്നത്. ആ അവസ്ഥയിലേക്ക് പോകുമോ നമ്മുടെ സംസ്ഥാനം? ഒരു സംശയവും വേണ്ട, ആ അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. വെറും പുറംപൂച്ചാണ്. ഈ പുറമേ കാണുന്നതെല്ലാം വെറും എന്താ പറയുക, വച്ചുകെട്ടുകളും ചായങ്ങളും ഒക്കെയാണ്. അല്ല, പുറത്ത് കാണിക്കാൻ ഇപ്പോൾ ഒന്നുമില്ല, അതാണ് സത്യം. ഇപ്പോൾ കടം ഓണത്തിനോടനുബന്ധിച്ച് കടമെടുക്കുന്നു എന്ന് പറഞ്ഞല്ലോ. 19,000 കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് സർക്കാരിന് വേണ്ടത്. ബോണസ് കൊടുക്കണം, മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനുകളെല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ ഈ കരാറുകൾക്കുൾപ്പെടെ കൊടുക്കേണ്ട പണം, അത് ട്രഷറി നിയന്ത്രണം നിലനിൽക്കുകയാണ്. 1 ലക്ഷം രൂപയ്ക്ക് മേളിലുള്ള ചെക്കുകൾ പാസ്സാക്കണ്ട എന്നാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. ഇങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തികമായിട്ട് വരിഞ്ഞു മുറുക്കി ട്രഷറി ഏതാണ്ട് ഒരു പൂട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന, എപ്പോൾ വേണമെങ്കിലും പൂട്ട് വീഴാം സർക്കാർ ഖജനാവിന് എന്ന അവസ്ഥയിൽ നിലനിൽക്കുകയാണ്. ഈ ക്ഷേമ പെൻഷനുകൾ മാത്രമല്ല കേട്ടോ, സാമൂഹ്യ പെൻഷനുകൾ, മറ്റ് പെൻഷനുകളുണ്ട്. ഉദാഹരണത്തിന് പങ്കാളിത്ത പെൻഷൻ, ഈ ക്ഷേമനിധി പെൻഷനുകൾ. ഇപ്പോൾ നമ്മുടെ പത്രപ്രവർത്തകരുടെ കാര്യം തന്നെ എടുക്കാം. പത്രപ്രവർത്തക ക്ഷേമനിധിയുണ്ട്, അതുപോലെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധിയുണ്ട്, അതുപോലെ ഈ കള്ള് ചെത്ത് തൊഴിലാളി ക്ഷേമനിധി. ഇങ്ങനെ അസംഘടിത മേഖലയിൽ അടക്കം ജോലി ചെയ്യുന്ന നിരവധി ഈ തൊഴിൽ വിഭാഗങ്ങളുടെ ക്ഷേമനിധി പെൻഷനുകൾ, ഇതൊക്കെ പലതും കുടിശ്ശികയാണപ്പാ. ഇതൊക്കെ എങ്ങനെ കൊടുത്തു തീർക്കും? ഇത് ഈ ഓണക്കാലത്തെങ്കിലും കൊടുക്കണ്ടേ? പാവങ്ങൾ, അവർക്ക് ഓണം ആഘോഷിക്കണ്ടേ? നമ്മൾ എന്താ പറയണ്ടേ, ഓണത്തിനും അവരെ പട്ടിണിക്കിടാമെന്നാണോ ധരിച്ചിരിക്കുന്നത്? അപ്പോൾ 19,000 കോടി രൂപ ഈ സർക്കാരിന് ആവശ്യമുണ്ട്. ഇപ്പോഴിതാ 4,000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. 4,000 കോടി രൂപ കടമെടുക്കും. അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച 3,000 കോടി രൂപ കടമെടുത്തിരുന്നു. അതിന് തൊട്ട് മുമ്പ് 1,000 കോടി രൂപ കടമെടുത്തിരുന്നു. ഇങ്ങനെ കടം വാങ്ങിച്ചു ദൂർത്തടിക്കുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു കേരളമല്ലാതെ വേറെ ഒരു സംസ്ഥാനവുമില്ല. അങ്ങേയറ്റം പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ, ബീഹാർ പോലും ഇങ്ങനെ കടം വാങ്ങിച്ച് ദുരിതം അനുഭവിക്കുന്നില്ല. അയൽ സംസ്ഥാനമായ തമിഴ്നാടെല്ലാം കണ്ടല്ലോ, ഒരു കാലത്ത് വലിയ രീതിയിൽ സാമ്പത്തികമായി പിന്നോട്ട് നിന്ന സംസ്ഥാനം ഇന്ന് വലിയ വളർച്ചയാണ്. ഇന്ന് പാകിസ്ഥാനേക്കാൾ വലിയ GDP ആണ് തമിഴ്നാട്ടിനും ഉത്തർപ്രദേശിനും. നമ്മൾ ഈ ഉത്തർപ്രദേശ് വലിയ പിന്നാക്കാവസ്ഥയിലാണെന്നൊക്കെ പറയുമ്പോഴും ഉത്തർപ്രദേശിലെ GDP, ഉത്തർപ്രദേശിലെ വാർഷിക വരുമാനമൊക്കെ പാകിസ്ഥാനേക്കാൾ കൂടുതലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എവിടെ നിൽക്കുന്നു ഈ പറയുന്ന മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? നമ്മൾ പറയുന്നത് കേരളം നമ്പർ 1. എന്തിലാണപ്പോൾ നമ്പർ 1? ആരോഗ്യരംഗത്താണോ, വിദ്യാഭ്യാസ മേഖലയിലാണോ, ക്രമസമാധാനത്തിലാണോ, ഏതിലാണ്? ഈ ഭരണ സംവിധാനത്തിലാണോ, സാമ്പത്തികത്തിലാണോ, ഈ വിദ്യാഭ്യാസത്തിലാണോ? എവിടെയാണ് നമ്മൾ നമ്പർ 1? നമ്പർ 1 ആയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. പല മേഖലകളിലും നമ്മൾ ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്പർ 1 ആയിരുന്നു. അതൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മളതൊന്നുമല്ല. ഇന്ന് കടം വാങ്ങിച്ച് ദൈനംദിന ചെലവുകൾക്ക് കടം വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഞാൻ ഈ കടത്തിൻ്റെ തോതെല്ലാം പറഞ്ഞ് പ്രേക്ഷകരെ ഭയപ്പെടുത്തുന്നില്ല. പക്ഷേ ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ ചെന്ന് നിൽക്കും? സത്യത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ കേരളത്തിൽ പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു കേന്ദ്ര സർക്കാർ. എന്തുകൊണ്ടത് നടക്കുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. വാസ്തവത്തിൽ ഈ കേന്ദ്ര ധനമന്ത്രി ഇടപെട്ട് കാരണം കേന്ദ്രത്തിൽ നിന്ന് 2004 മുതൽ 2014 വരെ അനുവദിച്ച പണം, കേരളത്തിന് നൽകിയ കേന്ദ്ര വിഹിതം എത്രയാണ് എന്നുള്ള കണക്ക്, ഞാൻ കണക്കുകളിലേക്കൊന്നും ഈ സംഖ്യകളൊക്കെ പറഞ്ഞ ആൾക്കാരെ വെറുതെ വിരട്ടാൻ ഞാനില്ല. പക്ഷേ നമ്മൾ 2004 മുതൽ 2014 വരെ എത്ര കിട്ടി, 2014 മുതൽ 2024 വരെ എത്ര കിട്ടിയെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെൻറ്റിൽ കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞു. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള ഇടതുപക്ഷ MP-മാർ തുറക്കാതെ മിണ്ടാതെ കേട്ടോണ്ടിരുന്നു. ഈ കോൺഗ്രസിൻ്റെ MP-മാരടക്കം, കേരളത്തിൽ നിന്നാണല്ലോ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ MP-മാരുള്ളത്. അവരുടെ ഭരണകാലത്ത്, മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിന് നൽകിയിരുന്നത് ഏതാണ്ട് ആ 10 വർഷം കൊണ്ട് നൽകിയത് 50,000 കോടി രൂപയാണെന്ന് കരുതിക്കൊള്ളൂ. ഒരു വാദത്തിന് വേണ്ടി വെച്ചോളൂ.
ഈ 10 വർഷം നരേന്ദ്രമോദിയുടെ 10 വർഷം കൊണ്ട് കൊടുത്തത് 1.5 ലക്ഷം കോടി രൂപയാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഈ കേരളത്തിൽ ഇന്ന് ദേശീയപാത നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണ്. വലിയ രീതിയിൽ, ശരിക്കും പറഞ്ഞാൽ ഇത് എക്സ്പ്രസ് ഹൈവേ ആണ് ഈ നിർമ്മിക്കുന്നത്. ഈ 6 വരി പാത അതിന് ചില പാളിച്ചകളും വീഴ്ചകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലക്ഷക്കണക്കിന് കോടി രൂപ കേരളത്തിൻ്റെ റോഡ് വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ ചിലവഴിക്കുകയാണ്. അതുപോലെ എയിംസ് കേരളത്തിന് അനുവദിക്കാൻ തയ്യാറാണ്. പക്ഷേ കൃത്യമായിട്ടൊരു ജില്ല, ഏത് ജില്ല, എത്ര ഭൂമി, ഇതൊന്നും കേരളം പറയുന്നില്ല. കൃത്യമായൊരു മറുപടി കേരളം കൊടുക്കുന്നില്ല. അത് ചോദിച്ചാൽ ചോദിക്കുന്നവന് സൈബർ അറ്റാക്ക് ആയിരിക്കും. ഈ വെട്ടുകിളിക്കൂട്ടം പോലെ ഈ ഇടതുപക്ഷത്തിൻ്റെ സൈബർ പോരാളികൾ വന്ന് ആക്രമിച്ച് കൊന്നുകളയും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ഇരിക്കട്ടെ, ഈ നല്ലൊരു ഓണം, ഈ ഓണത്തിന് പോലും കടം വാങ്ങിച്ച് ചിലവഴിക്കേണ്ട ഗതികേടിലാണ്. ഈ വലിയ രീതിയിൽ നമ്മൾ എന്തൊക്കെയോ പറയുന്നത് കേട്ടു, ബിവറേജസിൽ നിന്ന് ഇത്ര, ലോട്ടറിയിൽ നിന്ന് ഇത്ര എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇവിടെ ഈ ഓണക്കാലത്ത് ചിലവഴിക്കാൻ വേണ്ടി അവരുടെ നിന്നൊക്കെ മുൻകൂറായിട്ട് പണം അടയ്ക്കാൻ, ട്രഷറിയിലേക്ക് അടയ്ക്കാൻ സർക്കാർ നിർദ്ദേശിച്ചതായിട്ടൊക്കെയാണ് വാർത്തകൾ വന്നത്. ഇതൊന്നും തികയുന്നില്ല. ഇതൊന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ. കേരളം വാസ്തവത്തിൽ ഒന്ന് കടം വാങ്ങി മുടിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പലിശ കൊടുക്കാൻ തന്നെ നിവൃത്തിയില്ല. കിഫ്ബിയുടെ ബോണ്ട്, മസാല ബോണ്ടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഇത്രയും വലിയ വിഡ്ഢിത്തം എന്തിന് കേരളത്തിലെ ഭരണാധികാരികൾ കാണിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതെ കേന്ദ്ര സർക്കാർ എന്തിനിതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു? ഈ കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് 20-30 പേരാണ് പേഴ്സണൽ സ്റ്റാഫിലുള്ളത്. അത് 2.5 കൊല്ലം കഴിയുമ്പോൾ അവരെ മാറ്റിയിട്ട് അടുത്ത ഒരു ടീമിനെ വെക്കുകയാണ്. 2.5 കൊല്ലത്തെ ജോലി ഉണ്ടെങ്കിൽ പെൻഷൻ കിട്ടും, അവർക്ക് പെൻഷൻ കൊടുക്കുകയാണ്. ഈ പെൻഷൻ കൊടുത്ത്, അനർഹമായ പെൻഷനുകൾ കൊടുത്ത്, ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഏതാണ്ട് 60 ലക്ഷത്തിന് മേളിലാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം. അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിൽ അത്രയും ദരിദ്രമായ ചുറ്റുപാടിൽ ജനം കഴിയുന്നു എന്നല്ലേ? ഈ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേരളം അഭിവൃദ്ധിപ്പെട്ടു എന്നല്ലേ? മറിച്ച് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ഈ സർക്കാർ എന്താ വെറുതെ ആൾക്കാർക്ക് ഇങ്ങനെ പെൻഷൻ കൊടുക്കാൻ സർക്കാരിന് എന്തെങ്കിലും നേർച്ചയുണ്ടോ? എവിടെയെങ്കിലും നേർന്നിട്ടുണ്ടോ? ഞങ്ങൾ ചുമ്മാ ഇത്ര പേർക്ക് അങ്ങ് പെൻഷൻ കൊടുത്തേക്കാം. അപ്പോൾ അങ്ങനെയല്ല. അവർ കൃത്യമായിട്ടും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്കാണ് ഈ പെൻഷൻ കിട്ടുന്നത്, പെൻഷൻ കിട്ടേണ്ടത്. പക്ഷെ അതിൽ അനർഹരായ ഒരുപാട് പേര് കടന്നുകൂടിയതായിട്ട് നമുക്കിപ്പോൾ വാർത്തകളൊക്കെ പുറത്തു വന്നു, അതിൻ്റെ തെളിവുകളും പുറത്തു വന്നു. അവർക്കെതിരെ നടപടി എന്തെടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, 60 ലക്ഷത്തിലധികം പേര്, കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയാണ്. അതിൽ തന്നെ ഒരു ചെറിയ ശതമാനം, ഏതാണ്ട് ഒരു 10-75 ലക്ഷം പ്രവാസികൾ. ബാക്കി ഈ വരുന്ന ഏതാണ്ട് 2.5 കോടി ആൾക്കാരാണ് കേരളത്തിൽ ഇന്ന്, 2.5 കോടിക്ക് താഴെയാണ് കേരളത്തിൽ കഴിയുന്നത്. അതിൽ 60 ലക്ഷത്തിലധികം പേര് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരാണെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണോ കേരളം, അതോ വലിയ സമ്പന്നമായ അവസ്ഥയിലാണ്? ഇതിനെല്ലാം പുറമെയാണ് പുതിയ പദ്ധതികൾ, കേരയിൽ പോലെയുള്ള പദ്ധതികൾ. എന്താ, 1 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കൂട്ടിവെക്കാൻ 1.5 ലക്ഷം കോടി രൂപ എന്തോ വേണം കേരയിൽ നടപ്പാക്കണമെങ്കിൽ. അതും 20 കൊല്ലം എടുക്കും. അതിനും പണം കണ്ടെത്തേണ്ടത് കടം വാങ്ങിച്ചാണ്. സർക്കാരിൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പം അതിന് പണം എവിടുന്ന് കടം വാങ്ങിക്കാമെന്നാണ് സർക്കാർ അതിനു വേണ്ടിയിട്ട് പ്രത്യേക നോഡൽ ഓഫീസറെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ, ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തിലും നടക്കില്ല. എന്തായാലും വലിയ ഗതികേടിലേക്കാണ് മലയാളി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓണക്കാലത്തെങ്കിലും സ്വസ്ഥമായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക മലയാളിക്കുണ്ട്. കാരണം ഇതൊക്കെ പറയുമ്പോഴും മലയാളിക്ക് ബോധമുണ്ട്, കൃത്യമായിട്ട് ഇത്രയും കടം നമുക്കുണ്ട് എന്നുള്ള കാര്യം മലയാളിക്ക് ബോധമുണ്ട്. ആ ബോധമില്ലാത്തത് എനിക്ക് തോന്നുന്നു നമ്മളെ ഭരിക്കുന്ന സർക്കാരിന് മാത്രമാണെന്ന് തോന്നുന്നു. കാരണം സർക്കാരുകൾ വരും പോകും. ഈ വരുന്ന സർക്കാരുകളെല്ലാം കടം വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും കടം വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. ഈ പലിശ കൊടുക്കാൻ വേണ്ടി പോലും ഇപ്പോൾ കടം വാങ്ങുന്ന അവസ്ഥയിലേക്ക് കേരളം പോയിരിക്കുകയാണ്. ഇത് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തെ എത്തിച്ചിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് ഇടപെട്ട് കൃത്യമായ നടപടികൾ എടുത്തില്ലെങ്കിൽ കേരളം വലിയ ദുരിതത്തിൽ ചെന്ന് പതിക്കുമെന്ന് തീർച്ചയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.